കഴിഞ്ഞ 3 ദിവസമായി എറണാകുളത്ത് CPIM ജില്ലാ സമ്മേളനമാണ്. അതിന്റെ സമാപന ചടങ്ങുകളെല്ലാം ഇന്ന് ഉണ്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു പ്രസ്താവനയിൽ നിന്നാണ് നമ്മൾ ആദ്യ വാർത്ത തുടങ്ങുന്നത്. കേരളത്തിൽ ദരിദ്രരില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇന്ത്യ രാജ്യത്ത് കേരളം നമ്പർ 1 എന്നും CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത്. അതിനിടയിലായിരുന്നു പ്രസ്താവന. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, കേരളത്തിൽ ദരിദ്രരില്ല, ദരിദ്രരെല്ലാം ദരിദ്രരല്ലാതായി എന്നുള്ള പ്രസ്താവനയൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ കേരളം നമ്പർ 1 എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ മുതൽ കേൾക്കുന്നതാണ്. മറ്റെന്തൊക്കെയാണ് മുഖ്യമന്ത്രി ആ ഒരു സമാപന ചടങ്ങിൽ പറഞ്ഞത്? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന ദിവസമാണെന്ന്. 3 ദിവസം നീണ്ടുനിന്ന ദിവസത്തിൽ ഇന്ന് സമാപന ദിവസമായ ഇന്ന് പിണറായി വിജയന്റെ ഒരു പ്രസൻസിലാണ് ഇന്നത്തെ ഒരു സമാപന ചടങ്ങ് നടന്നതെന്ന് വേണം പറയാൻ. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിലെ വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു പിണറായി വിജയന്റെ ഓരോ വാക്കുകളും. കേരളത്തിൽ ദരിദ്രരില്ല, ദരിദ്രരുണ്ടെങ്കിലും ആവാത്ത ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ദരിദ്രരില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കേരളം അവരെ കൊണ്ടുപോകുന്നതും. അതോടൊപ്പം തന്നെ ഈ 4.5 കോടിയിലധികം ജനങ്ങൾക്ക് കേരള ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് വെച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഓരോ ഉന്നമനങ്ങളും എടുത്തു പറയുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് തന്നെ നോക്കുകയാണെങ്കിൽ കേരളം നമ്പർ 1 എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. മറ്റ് ഒരു സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ മറ്റ് ഒരു സംസ്ഥാന സർക്കാരും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാത്ത പല കാര്യങ്ങളും കേരള സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോരോ ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിന് നടപ്പാക്കിയ മെട്രോ ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. റോഡിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച ജനങ്ങൾ വന്നതും അതിനെ എങ്ങനെ നേരിട്ടു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനുള്ള ഒരു പരിഹാര മാർഗം കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വാനോളം ഉയർത്തി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞത് സംഘപരിവാറിന്റെയും അതോടൊപ്പം തന്നെ BJPയും കോൺഗ്രസുകാരുടെ അഴിമതിയെ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ അഴിമതി എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല. ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് വേണം സംസ്ഥാനം ഭരിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസ്ഥാനം ഭരിക്കേണ്ടതുള്ള കാര്യങ്ങളെല്ലാം ഈ സമാപന സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ CN മോഹനനും മറ്റു വിശിഷ്ട അതിഥികളും എത്തിയിട്ടുണ്ടായിരുന്നു. NK സാനു ഉൾപ്പെടെയുള്ള വിശിഷ്ടാതികൾ, പത്മഭൂഷൺ ജോസ് ചാക്കോ പെരിയപുറത്ത് വേദിയിലുണ്ടായിരുന്നു. പെരിയപുറത്തിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിച്ചുകൊണ്ടാണ് ആ സമ്മേളനത്തിൽ ആദരിച്ചിട്ടുണ്ടായിരുന്നത്. രാജ്യത്തെ ജനജീവിതത്തെ സുഗമമാക്കാൻ വേണ്ടി BJP സർക്കാർ ചെയ്യാത്ത പല കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് BJP സർക്കാർ രാജ്യമൊട്ടാകെ ഭരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രഭരണം എങ്ങനെയാണ് BJP സർക്കാർ കൊണ്ടുപോകുന്നത്, മണിപ്പൂരിലെ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ചിട്ടയുടെ അടിസ്ഥാനത്തിലാണ് ആ മണിപ്പൂരിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങൾ അംഗീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾ BJP സർക്കാരിന്റെ ഒരു മോശമായ ഒരു ആവശ്യകതയും, അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിനായി പിണറായി സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത്, ജനജീവിതത്തിന്റെ ഒരു അവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ല, കേരളത്തിനോടുള്ള അവഗണന, ഇത്തരം കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭരണം നാടിനും ജനങ്ങൾക്കും വേണ്ടിയാണെന്നോ പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലൊരു ബദൽ നയങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയമായിട്ടാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മൂന്നാമതായും അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുന്നതും. വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുത്താണ് പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. എന്ത് പറഞ്ഞാലും CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങ് 3-ാം ദിവസം ഇന്ന് വളരെ ആവേശകരമായി, അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്ന് സമാപനം കുറിച്ചിട്ടുണ്ട്. ആ ജില്ലാ സെക്രട്ടറിയായി CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തന്നെ ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം 2018 ആദ്യമായി ജില്ലാ സെക്രട്ടറി ആകുന്നത്. വീണ്ടും ഒരു അവസരം കൂടി തന്നെയാണ്. ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പിണറായി വിജയന്റെ ഒരു നേതൃത്വ നിലയിൽ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒരു മുൻഗണനയോട് കൂടി തന്നെയാണ് CN മോഹനനെ ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. 13 പേരാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇത്തവണ ഒഴിഞ്ഞുപോയതെങ്കിലും 11 പുതിയ മുഖങ്ങൾ, അല്ലെങ്കിൽ 13 യുവാക്കൾ ഈ ഒരു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി സ്ഥാനമേറ്റിട്ടുണ്ട്. CN മോഹനൻ, MB പത്രോസ്, PR മുരളീധരൻ, MC സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ പുഷ്പദാസ്, TV അനിത തുടങ്ങിയ ഒരുപാട് പേരാണ് എത്തിയിരിക്കുന്നത്. 6 വനിതകൾ കൂടി ഇവിടെ എത്തിയിട്ടുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. 46
ജില്ലാ കമ്മിറ്റിയെയും 30 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തതായി കൂടി അറിയിച്ചിട്ടുണ്ട്. ഒരു വിപുലമായ രീതിയിലാണ് ഈ എറണാകുളം ജില്ലാ CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ സമ്മേളനം 3 ദിവസം 25, 26, 27 നടന്ന ഈ 3 ദിവസങ്ങളും വളരെ വിപുലമായ രീതികളിലാണ് ഓരോരോ ദിവസം ഓരോരോ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. അവർ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണ് ജനങ്ങൾ നേരിടുന്നത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സമവായ ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട്. കൊച്ചി തുറമുഖത്തെ സംരക്ഷിക്കുക എന്നൊരാവശ്യം, സാമ്രാജ്യത്വ ആഗോളവൽക്കരണ നയങ്ങളെ അവസാനിക്കണം, കേന്ദ്രത്തിന്റെ ഈ ആവശ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിലും നിരവധി വിമർശനങ്ങൾ കൂടി ആ ഒരു സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. വ്യവസായ മന്ത്രിക്കെതിരെ വിമർശനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച ചില വിമർശനങ്ങൾ കൂടി ആ ഒരു സമ്മേളനത്തിൽ ഉയർന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ജില്ലയുടെ വനാതിർത്തികൾ, ആ ഒരു വനാതിർത്തികളിലൊന്നും കൂടുതൽ മാർഗരേഖ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്യുന്നില്ല. ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനമെല്ലാം ഉയർന്നിരുന്നു. ഇതിനെ സംബന്ധിച്ച ഒരു പരാമർശം പോലും അവസാനം മുഖ്യമന്ത്രി സംസാരിച്ച സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രേണുക പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളത്തിലുള്ള ഒരു വാനോളം ഉയർത്തുക എന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രി കൂടുതലായും ഈ സമ്മേളനത്തിൽ പറഞ്ഞത്. കേരളത്തിലുള്ള ഈ ഇപ്പോൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യജീവി ഭീഷണിയെ പറ്റിയോ ഇത്തരം കാര്യങ്ങളെ പറ്റി പിണറായി വിജയൻ അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ സമാപന സമ്മേളനത്തിൽ അത്തരം ഒരു ചോദ്യോത്തരം ഒരു ആശയം അവിടെ ഉണ്ടായിട്ടില്ല. വാനോളം കേരളത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യമാണ് പിണറായി വിജയൻ പറയുന്നത്. കേരളം ദരിദ്ര രാജ്യമല്ല, ദരിദ്രരെയും കേരളത്തിൽ ഉണ്ടാവില്ല എന്നൊരിതാണ് പറഞ്ഞത്. കാരണം അത്രയും കേരളത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വന്യജീവി ആക്രമണത്തെ പറ്റി ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ പറ്റി പിണറായി വിജയൻ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ സമ്മേളനത്തിൽ കേരളത്തെ വാനോളം ഉയർത്തുന്നതോടൊപ്പം തന്നെ സമാപന ചടങ്ങിൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഭീഷണിയെ പറ്റിയും അദ്ദേഹം പറയേണ്ടതാണ്. പക്ഷെ അത്തരം ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം സമാപന സമ്മേളനത്തിൽ പറഞ്ഞിട്ടേയില്ല. കൂടുതൽ BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് അവിടെ നടന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. സമ്മേളനത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ CPM ചെയ്തിട്ടുണ്ട്, ഇടക്കാല ഇടവേളകളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് കേരളത്തിനായി ചെയ്തിരിക്കുന്നത്, ഇനി എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് ആ സംസ്ഥാന സർക്കാർ പറയുന്നത്. കേരള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ, വയനാട് ജില്ലകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു വന്യജീവിയുടെ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് അതിനായിട്ടുള്ള ഒരു പരിഹാര മാർഗങ്ങൾ കൂടി ഈ ഒരു സമ്മേളനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ഇത്തരം ഒരു കാര്യങ്ങളൊന്നും തന്നെ പിണറായി സർക്കാരിന്റെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊരു പരിഹാര മാർഗം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു പരാമർശവും നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എന്തായാലും കേരളത്തിൽ ദരിദ്രരില്ല, ഇന്ത്യ രാജ്യത്ത് കേരളം നമ്പർ 1 ആണ് എന്നുള്ളതൊക്കെ പറയേണ്ടത് വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ജനങ്ങളാണ്. അവർ തീരുമാനിക്കട്ടെ കേരളം നമ്പർ 1 ആണോ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ദരിദ്രരില്ലേ എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങളാണ് പ്രധാനമായും തീരുമാനിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ ദരിദ്രരില്ല എന്ന് തന്നെയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുക, അനുമാനിക്കുക, ജനങ്ങൾ വിലയിരുത്തുക എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത്. അതിനെ സംബന്ധിച്ച വിവരങ്ങളാണ് രേണുക രാജേന്ദ്രൻ നൽകിയത്. മറ്റു